നമസ്തേ. ഇന്നത്തെ ഈ കോഡ് ക്ലാസ്സിൽ മൈഥിലി ശരൺ ഗുപ്തൻ്റെ കാവ്യരചനകളുടെ കാലക്രമാനുസാർ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളാണല്ലോ രംഗമേം, ഭംഗ്, ജയദ്രഥ് വധ്, ഭാരത് ഭാരതി, പഞ്ചവടി, സാക്കേത്, യശോധര, ദ്വാപർ, ജയഭാരത്, വിഷ്ണുപ്രിയ എന്നുള്ളതൊക്കെ. അപ്പോൾ പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേട്ടറ്റ്, HST, JLT, HHST, സെറ്റ്, നെറ്റ് തുടങ്ങിയ എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കവി തന്നെയാണ് മൈഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹത്തിൻ്റെ പല രചനകളുടെ ഇയർ ചോദിക്കാറുണ്ട്. രചന തന്നിട്ട് രചനാക്കാർ ആരാന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളുടെ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. मैथिली शरण गुप्त की निम्न रचनाओं को रचना काल के आरोही क्रम में व्यवस्थित कीजिए എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഭാരത് ഭാരതി, യശോധര, സാക്കേത്, ദ്വാപർ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2023 നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഭാരത് ഭാരതി, സാക്കേത്, യശോധര, ദ്വാപർ എന്നതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളുടെ കാലക്രമത്തിനനുസരിച്ചുള്ള വർഷവും അതുപോലെ തന്നെ അതിനൊരു കോഡും പറയാം. ആദ്യമായിട്ട് രംഗമേം ഭംഗ് 1909 അതിൻ്റെ വർഷം. അടുത്തത് ജയദ്രഥ് വധ് 1910, ഓർക്കാൻ എളുപ്പമാണ്, 9-10. പിന്നെ ഭാരത് ഭാരതി 1912, അപ്പോൾ അടുപ്പിച്ചുള്ളൊരു വർഷം തന്നെയാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പായിട്ട് പഞ്ചവടി 1925, അടുത്തത് സാക്കേത് 1931 കഴിഞ്ഞാൽ പിന്നെ 32, യശോധര 1932, പിന്നെ ദ്വാപർ 1936 വരുന്നത്. അടുത്തത് ജയഭാരത് 1952, അടുത്തത് വിഷ്ണുപ്രിയ അത് വരുന്നത് 1957. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യങ്ങളുടെ ഒരു ക്രമമാണ് രംഗമേം ഭംഗ്, ജയദ്രഥ് വധ്, ഭാരത് ഭാരതി, പഞ്ചവടി, സാക്കേത്, യശോധര, ദ്വാപർ, ജയഭാരത്, വിഷ്ണു പ്രിയ എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ കോഡ് പറയാം. രംഗമേം ഭംഗ് അതിൽ രംഗ് എടുക്കുക, രംഗുള്ള. ജയദ്രഥ് വധിലെ ജയും ഭാരത് ഭാരതിയിലെ ഭാരതും. അപ്പോൾ ജയഭാരതി പഴയ നടിയാണല്ലോ, മലയാള സിനിമയിലെ പഴയ നടിയാണ് ജയഭാരതി. അപ്പോൾ രംഗ് ഉള്ള ജയഭാരതി. പഞ്ചവടി അങ്ങനെ തന്നെ എടുക്കുക. പഞ്ചവടി എന്താണ്? പഞ്ചവടിയും സാക്കേതും യശോധരയും. അപ്പോൾ പഞ്ചവടി, സാക്കേത്, യശോധര അങ്ങനെ എടുക്കുക. പഞ്ചവടിയും സാക്കേതും യശോധരയും. ദ്വാപര യുഗത്തിൽ ജയഭാരതത്തിൽ വിഷ്ണു ജയിച്ചു. അപ്പം എന്താണ്? രംഗുള്ള ജയഭാരതി, പഞ്ചവടിയും സാക്കേതും യശോധരയും. ദ്വാപരയുഗത്തിൽ ജയഭാരതത്തിൽ വിഷ്ണു ജയിച്ചു. ഇനി അങ്ങനെ അല്ലെങ്കിൽ രംഗുള്ള ജയഭാരതി, പഞ്ചവടി, സങ്കേതത്തിൽ യശോധരയും, ദ്വാപരയുഗത്തിൽ ജയഭാരതത്തിൽ വിഷ്ണു ജയിച്ചു. ആ സാക്കേത് എന്നുള്ളത് സങ്കേതം എന്നാക്കിയത് മാത്രം, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ രംഗുള്ള ജയഭാരതി, പഞ്ചവടി, സാക്കേതും യശോധരയും, ദ്വാപരയുഗത്തിൽ ജയഭാരതത്തിൽ വിഷ്ണു ജയിച്ചു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക. ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്, പല കവികളുടെയും ചോദിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവി തന്നെയാണ് മൈഥിലി ശരൺ ഗുപ്ത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ധന്യവാദം.